നമസ്കാരം, ഞാൻ രവി കേശവന്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് എൻ്റെ പ്രിയ പ്രേക്ഷകർ മുമ്പ് വീണ്ടും ഒരു സിനിമാ നിരൂപണമായിട്ട് എത്തുന്നത്. ഇതിനിടയ്ക്ക് നിരൂപണമായിട്ട് വരാതിരുന്നത് സിനിമ കാണാതിരുന്നതുകൊണ്ടല്ല, പക്ഷേ നിങ്ങളുടെ സമയം കളഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ യോഗ്യതയുള്ള സിനിമകൾ, ഒരു നിരൂപണ രൂപേണ എത്തിക്കാൻ യോഗ്യതയുള്ള സിനിമകളൊന്നും നിർഭാഗ്യവശാൽ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് മനഃപൂർവ്വം മാറി നിന്നതാണ്. നല്ല സിനിമകൾ എന്തെങ്കിലും നിങ്ങളോട് സംവേദിക്കാനായിട്ട്, നല്ലതെന്ന് സൂചിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ സൂക്ഷ്മാംശം സങ്കലനത്തിലെങ്കിലും, സാങ്കേതിക സങ്കലനത്തിലെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിരൂപണ രൂപേണ ഞാൻ വരും. അല്ലാത്തപ്പോൾ വെറുതെ എൻ്റെ സമയവും നിങ്ങളുടെ സമയവും കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാറി നിൽക്കുന്നതാണ്. അപ്പോൾ ഏതൊരു സിനിമ നിരൂപണം ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം ആ സിനിമ വേണമെങ്കിൽ പറയാൻ മോശം സിനിമയാണ്, അതുകൊണ്ട് ചെയ്യാത്തതാണെന്ന് അനുമാനിക്കാം. ഇന്നലെ ഞാൻ ഒരു സിനിമ കണ്ടു. നമ്മുടെ ആസിഫ് അലി നായകനായ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ ഒരു സിനിമ. അത് ആദ്യമേ പറഞ്ഞ വലിയ ബ്രഹ്മാണ്ഡ സിനിമയാണെന്നൊന്നും ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് അതിൽ ചില ഘടകങ്ങൾ അത്യുജ്വലവും അതിമനോഹരവും, അത് നിങ്ങളോട് സംവേദിക്കണം, ഒരു നിരൂപണ രൂപേണ സംവേദിക്കണം എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിന് നിരൂപണമായിട്ട് വന്നിരിക്കുകയാണ്. ഈ ലെവൽ ക്രോസിന് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിൻ്റെ തിരക്കഥ തന്നെയാണ്. ആ തിരക്കഥ അത്യുജ്വലവും അതിമനോഹരമായ ഒരു തിരക്കഥയാണ്. എല്ലാ രീതിയിലും പറഞ്ഞാൽ ഘടനയുള്ള, ചാരുതയുള്ള, സൂക്ഷ്മതയാർന്ന ഒരു തിരക്കഥയാണ്. ഇത്രയൊക്കെ ഞാൻ അടിവരയിട്ട് പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം വരാം. അവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു പ്രത്യേക രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ സിനിമ പറയുന്നത് ഒരു ശുഷ്കമായ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ്, ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ 3 കഥാപാത്രങ്ങളാണുള്ളത്. അപ്പോൾ ഈ 3 കഥാപാത്രങ്ങളെ വെച്ച് ശുഷ്കമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നിട്ട് ലൊക്കേഷൻ ചേഞ്ച് പോലും ഇല്ല. പിന്നെ 2 കഥാപാത്രങ്ങൾ ഫ്ലാഷ് ബാക്കിൽ വരുന്നവരാണ്. അങ്ങനെ മൊത്തം 3 പേര്, മൊത്തം അങ്ങനെ 6 പേരാണ് ഉള്ളത്. ഈ 95% ഫ്രെയിമുകളും ഈ പറയുന്ന 3 കഥാപാത്രങ്ങളെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അവരിലെ മാത്രം കേന്ദ്രീകരിച്ചാണ് സിനിമ നീങ്ങുന്നത്. അപ്പോൾ അത്രയും ശുഷ്കമായ പ്രതലത്തിൽ നിന്നിട്ട്, ചുരുങ്ങിയ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നിട്ടൊരു സിനിമയുടെ തിരക്കഥ എഴുതുക എന്ന് പറയുന്നതിൻ്റെ പരിമിതി, അത് തിരിച്ചറിഞ്ഞ് കൊണ്ട് അതിനെ താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ തിരക്കഥയുടെ ഔന്നത്യവും അതിൻ്റെ പ്രത്യേകതയും സവിശേഷതയും ഒക്കെ എനിക്ക് ബോധ്യപ്പെടുകയും അതുകൊണ്ട് തന്നെ അതിൽ സവിശേഷമാർന്ന ഒരു തിരക്കഥയാണ് എന്ന് അടിവരയിട്ട് പറയുകയും ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ആർഫസ് അയ്യൂബ് എന്ന് പറയുന്ന ഒരു യുവാവാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആദ്യ ശ്രമം സംവിധാനത്തിലും തിരക്കഥയിലും നല്ലൊരു ശ്രമമാണ്, നല്ലൊരു ഉദ്യമമാണ്. അത് ഏതാണ്ട് പരിപൂർണമായിട്ട് വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു വലിയ അഭിവാദ്യം അർപ്പിക്കുകയാണ് സ്നേഹപൂർവ്വം. ഈ തിരക്കഥ ആർഫസ് അയ്യൂബ് എഴുതിയ തിരക്കഥയുടെ സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്ന ആദം അയ്യൂബ് ആണ്. അതിമനോഹരമാണ്. ആ തിരക്കഥയ്ക്ക് കൂടുതൽ കരുത്തും മാറ്റും കൂടുന്നത് അതിൻ്റെ സംഭാഷണങ്ങൾ തന്നെയാണ്. ഈ സംഭാഷണത്തിൻ്റെ മികവ് പറയുന്നതോടൊപ്പം തന്നെ സംഭാഷണത്തിന് ശബ്ദ ചാരുത പകർന്ന നായിക അമല പോളിന് ചില സ്ഥലങ്ങളിൽ ചില വീഴ്ച പറ്റി എന്നത് എടുത്തു പറയാതിരിക്കാനും പറ്റില്ല. കാര്യം അത്ര സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന ഒരു ചിത്രമാകുമ്പം അവിടെ കഥാപാത്രവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ സവിശേഷമാർന്ന ശബ്ദം പകർന്ന് നൽകാൻ അമല പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ അവർക്കത് ഒരു എടുത്തു പറയത്തക്ക വീഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ അത് പറയാതിരിക്കാനും പറ്റില്ല. കഥ എന്ന് ചുരുക്കം പറഞ്ഞാൽ ഒരു സൈക്കോ സസ്പെൻസ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇംഗ്ലീഷിലൊക്കെ കാണുന്ന സൈക്കോ സസ്പെൻസ് ചിത്രവുമായിട്ടൊന്നും ഇതിനെ താരതമ്യം ചെയ്യാൻ മുതിരുകയോ ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് മലയാളത്തിൽ നിന്നുള്ള ഒരു സൈക്കോ സിനിമ അല്ലെങ്കിൽ സൈക്കോ സസ്പെൻസ് സിനിമ എന്നുള്ള രീതിയിൽ. സസ്പെൻസ് സിനിമകൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒത്തിരി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മലയാളത്തിൽ. അതിൽ വളരെ വ്യത്യസ്തമാണ് ഇതിൻ്റെ രചനയും സംവിധാനവും എല്ലാം. അതുകൊണ്ടുകൂടാണ് അങ്ങനെ ആ രീതിയിൽ ഉതകുന്ന രീതിയിലൊരു തിരക്കഥ എഴുതി എന്നതുകൊണ്ടാണ് ആ തിരക്കഥയ്ക്ക് ഞാനൊരു അടിവരയിട്ടൊരു മാർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇതിലെ പ്രത്യേകത ഈ 3 കഥാപാത്രങ്ങൾ, ഈ 3 കഥാപാത്രങ്ങൾ ആരെ കൊല്ലും, ആര് കൊല ചെയ്യപ്പെടും, ഇതിന് നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ സ്പീഡോ ഈ പറഞ്ഞ വലിയൊരു എഡിറ്റിങ് സാധ്യതകളൊന്നും ഇല്ലാതെ നേരെ മറിച്ച് ഇച്ചിരി വ്യക്തമായിട്ട് പറഞ്ഞൊരു ചെറിയ എഴച്ചിലോട് കൂടി നീങ്ങുന്ന സിനിമയായിട്ട് പോലും
ഈ പറയുന്ന നമ്മുടെ കാഴ്ചയ്ക്ക് ഒരു അഭംഗി അത് വരുത്താതെ നമ്മളെ ത്രൂ ഔട്ട് ആ സിനിമയെ നമ്മളോടൊപ്പം കൊണ്ടുപോയിട്ട് ആ പോകുന്ന ഒരു വേദിയിൽ വെച്ച് ഈ മുമ്പേ പറഞ്ഞ പോലെ ആരാരെ കൊല്ലും അല്ല ആരാരെ കൊല ചെയ്യപ്പെടും എന്ന് നമുക്കൊരു സൂചനയും തരാതെ അവസാന സമയം വരെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതിന് പരിപൂർണത നൽകുന്ന രീതിയിലുള്ള ഒരു യോജിച്ച തിരക്കഥയാണ്. അതാണ് ആ തിരക്കഥയുടെ ഏറ്റവും പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. നായകന്മാരായിട്ട് വന്ന മൂന്ന് കഥാപാത്രങ്ങൾ ആസിഫ് അലി, ഷറഫുദ്ദീൻ, അമല പോൾ, അവർ 3 പേരും അത്യുജ്വലമാണ് എന്ന് പറയുന്നില്ല. നേരെ മറിച്ച് സാമാന്യേന അവരുടെ കഥാപാത്രങ്ങളായിട്ട് ഇണങ്ങിച്ചേരാനായിട്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. ആകെ ഉള്ള പോരായ്മ അമല പോൾ ചിലയിടത്ത് ശബ്ദം പകർന്നപ്പോൾ ഉണ്ടായ വീഴ്ചയാണ്. ബാക്കി ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ അത് എങ്ങനെ പോകുന്നു. ഇതോടൊപ്പം രണ്ടാമത് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് അതിൻ്റെ പശ്ചാത്തല സംഗീതമാണ്. ഇതൊരു സൈക്കോ സസ്പെൻസ് സിനിമ എന്നത് കൊണ്ട് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കേട്ട് പരിചിതമല്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ കുറേ ശബ്ദ വീജികൾ നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കേൾക്കാനും ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. അത് ഒരു പുതിയ ശ്രമമാണ്, അതൊരു പുതിയ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ പശ്ചാത്തല സംഗീതം അത് നമ്മൾക്ക് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അതിൻ്റെ പശ്ചാത്തല സംഗീതം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് വിശാൽ ചന്ദ്രശേഖറാണ്. അദ്ദേഹം തന്നെയാണ് സിനിമ സംഗീതം നൽകിയത്. ഒരു പാട്ടുണ്ട്, ആ പാട്ടുകൾക്ക് വരികൾ എഴുതിയത് വിനായക ശശികുമാറാണ്. നല്ല വരികളാണ്. ആ വരികൾ അതിമനോഹരമായ ഒരു ഗാനമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ പശ്ചാത്തല സംഗീതമാണ്. ഈ പശ്ചാത്തല സംഗീതത്തിൻ്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ശബ്ദ മിശ്രണം അതും അതിഗംഭീരമാണ്. അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തിരക്കഥ കഴിഞ്ഞാൽ പിന്നെ പശ്ചാത്തല സംഗീതം കഴിഞ്ഞാൽ പിന്നെ ശബ്ദ മിശ്രണം. പക്ഷേ ഈ ശബ്ദ മിശ്രണത്തിൽ ഞാൻ അവരുടെ ക്രൂ ലിസ്റ്റ് നോക്കിയിട്ട് ഇത് ആരാണ് ചെയ്തതെന്നുള്ള അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ ക്രെഡിറ്റ് ഒന്നും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഇതിൻ്റെ പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. പക്ഷേ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രമം അതിഗംഭീരമാണ്, അത് ശ്ലാഘനീയവുമാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. അതിന് പേരെടുത്ത് പറയാൻ കഴിയുന്നില്ല നിർഭാഗ്യവശാൽ. പിന്നെ എഡിറ്റിങ്, ഈ സിനിമയ്ക്ക് വേഗത കുറവാണ്, അത്ര വലിയ ചടുലതയൊന്നുമില്ല. നേരെ മറിച്ച് ഇച്ചിരി വ്യക്തമായിട്ട് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എഴച്ചിലുള്ള സിനിമയാണ്. അപ്പം അതുകൊണ്ട് എഡിറ്റിൻ്റെ സ്കോപ്പ് വളരെ കുറവാണ്, പരിമിതമാണ്. എങ്കിലും ദീപു ജോസഫ് ആണ് എഡിറ്റിംഗ് നടത്തി. അദ്ദേഹത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യം കൃത്യവും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ എടുത്തു പറഞ്ഞ 3 ഘടകങ്ങൾ: തിരക്കഥ, അതിൻ്റെ പശ്ചാത്തല സംഗീതം, പിന്നെ അതിൻ്റെ ശബ്ദ മിശ്രണം. ഈ 3 ഘടകങ്ങൾ എന്നെ അതിഭയങ്കരമായിട്ട് ആകർഷിച്ചു. പിന്നെ അതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് അപ്പു പ്രഭാകരാണ്. ഈ ക്യാമറയ്ക്ക് പകർന്നാടി നമ്മളെ വിഭ്രമിപ്പിക്കുന്ന ദൃശ്യത മികവോ ഒന്നും കൂട്ടാൻ പറ്റുന്ന പ്രതലത്തിലല്ല സിനിമ പറയുന്നത്. എൻ്റെ ഭൂമിക എന്ന് പറയുന്നത് അതിൻ്റെ ശുഷ്കമാണ്. എന്നാൽ പോലും ആ ശുഷ്കമായ പ്രതലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു ഷോട്ട് പോലും അവിടെ ക്യാമറ ലൈറ്റ് അരോചകമായിട്ട് വെച്ചതായിട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഒരു മോമെൻ്റ് അരോചകമായിട്ട് വെച്ചോട്ടോ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതിലും സൂക്ഷ്മതയോടുകൂടിയാണ് അപ്പു ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവനയും ആ സിനിമയ്ക്കകത്ത് ഒരു വലിയ ഘടകം തന്നെയാണ്. ഇപ്പോൾ ഇതാണ് മൊത്തത്തിൽ ആ സിനിമയെക്കുറിച്ച് എനിക്ക് അതിൻ്റെ പ്രധാന ഘടകങ്ങളെ ഊഴ്ന്നി പറയാനുള്ളത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ സിനിമ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങി. ഇപ്പം നമുക്ക് ഈ വർഷം ഭ്രമയുഗം ഒരു നല്ല സിനിമയായിരുന്നു. പിന്നെ അത് അത്രയൊന്നും എത്തുന്നില്ല എങ്കിൽ പോലും ആടുജീവിതം മോശപ്പെട്ടതല്ലാത്തൊരു സിനിമയായിരുന്നു. പിന്നെ മഞ്ഞമ്മൽ ബോയ്സ് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാവുന്ന സിനിമയായിരുന്നു. പിന്നെ ഭാരത സർക്കാർ ഉൽപ്പന്നം, അത് ഈ പറഞ്ഞ പോലെ നർമ്മം ചാർത്തിയ ഗ്രാമീണത തുളുമ്പുന്ന ഒരു ചിത്രമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്ന സിനിമകളൊന്നും നമ്മളെ ആകർഷിക്കാൻ പോകുന്ന സിനിമകളായിരുന്നല്ലോ. ഒത്തിരി സിനിമകൾ ഇറങ്ങി. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പം ഇതൊരു ഈ വർഷം ഇറങ്ങിയ മറ്റൊരു നല്ല സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമയെ സ്നേഹിക്കുന്നവർ, പ്രത്യേകിച്ച് കലാമൂല്യമുള്ള സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ബ്രഹ്മാണ്ഡ സിനിമയോ അത്യുജ്വല സിനിമയോ അതിമനോഹര സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ എത്രയോ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ സമയവും കാശും കളയുന്നു. അപ്പം നല്ല ശ്രമമുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും കാണണം. അതിന് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകണം. നല്ലൊരു ശ്രമമാണ് അർഫസ് അയ്യൂബ് എന്ന നവാഗത സംവിധായകൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനും വീണ്ടും ഒരിക്കൽ കൂടി ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്.
നല്ല സിനിമകൾ ഇനിയും ഉണ്ടാകട്ടെ. അപ്പോൾ വീണ്ടും ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ സംവേദിക്കാനുള്ളപ്പം മാത്രം, കലാമൂല്യമുള്ളതോ വാണിജ്യമൂല്യമുള്ളതോ എന്തോ ആയിക്കോട്ടെ, നല്ല സിനിമകൾ എന്ന് തോന്നുന്ന സിനിമകളുള്ളപ്പോൾ മാത്രമേ ഞാൻ വരുള്ളൂ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയുള്ളൂ. സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.